DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ CPIM. നാളെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ നടക്കും. 16-ന് DYFI രാപ്പകൽ സമരവും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അനൂപ് ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. അനൂപ്, വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് IC ബാലകൃഷ്ണനെതിരെ ഉയരുന്നത്. നേരത്തെ നമുക്കറിയാം, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ. ഇവിടെ ഒരു MLA സ്വന്തം ലെറ്റർ പാഡിൽ നിയമന ശുപാർശ നൽകുന്നത് ഉൾപ്പെടെയുള്ള വലിയ കുറ്റകൃത്യങ്ങൾ. കോൺഗ്രസിൻ്റെ തന്നെ ഒരു നേതാവും മകനും ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൽ പ്രധാന പങ്കുള്ളത് IC ബാലകൃഷ്ണൻ MLAക്കാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചനാണ് പ്രധാന പങ്കുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാകണം ഇപ്പോൾ CPIM DYFIയും വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അനൂപ്, എവിടെയാണ് ഇപ്പോൾ IC ബാലകൃഷ്ണനും ND അപ്പച്ചനുമൊക്കെ? കഴിഞ്ഞ ദിവസം ND അപ്പച്ചൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നു, IC ബാലകൃഷ്ണനെ കാണാനുമില്ല. ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതോടുകൂടി വലിയ സമരങ്ങൾ വയനാട്ടിൽ നടക്കുകയാണ്. പ്രധാന നേതാക്കൾ പ്രതിയായതോടുകൂടി വലിയ പ്രതിഷേധങ്ങൾ, പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ നടക്കുകയാണ്, തുടരുകയുമാണ്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കുക, പ്രതിചേർക്കപ്പെട്ട മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPM സമരം ശക്തമാക്കാൻ ഒരുങ്ങുന്നത്. നാളെ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ CPM പ്രതിഷേധ സദസ്സ് നടക്കുകയാണ്. ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്വതന്ത്ര മൈതാനിയിൽ രാവിലെ 10 മണിക്ക് നടക്കുന്ന പ്രതിഷേധ സദസ്സ് സംസ്ഥാന സെക്രട്ടറി K ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. ആ നിലയ്ക്ക് ആ പ്രതിഷേധം മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ CPM നേരത്തെ ലോക്കൽ തലങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. DYFI റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അത് പല വിധത്തിൽ തുടരുകയും ചെയ്യുന്നു. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഈ മാസം 28-ന് CPM നേതൃത്വത്തിൽ ബത്തേരിയിൽ മനുഷ്യച്ചങ്ങലയും തീർക്കുകയാണ്. DYFI 16-17 തീയതികളിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ രാപ്പകൽ സമരവുമായി രംഗത്തെത്തുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആ സമരം ഉദ്ഘാടനം ചെയ്യും. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, അതോടൊപ്പം തന്നെ ഭിന്നശേഷി സംഘടനകളെല്ലാം ഈ വിധത്തിൽ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം NM വിജയന്റെ മകനെ ഭിന്നശേഷിക്കാരനായ മകനെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചാണ് ആ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നത്. സംഭവത്തിൽ പ്രതികളായ MLA ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കുമെതിരെ ശക്തമായ നിയമ നടപടികളാണ് ഈ വിധത്തിൽ പ്രതിഷേധങ്ങൾ. അനൂപ്, ഈ CPM ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ ഉയർന്ന പ്രശ്നം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി എടുത്ത നിലപാടുണ്ട്. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടാണ്. അവരുടെ തന്നെ നേതാവ്, 50 വർഷത്തോളം അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു നേതാവ് ആത്മഹത്യയിലേക്ക് പോകുന്നു. എങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുന്നു? നേതാക്കൾ ഉൾപ്പെടെ നിയമനക്കോഴ നടത്തുകയും ആ പണം തിരികെ കൊടുക്കാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ, പണം നഷ്ടപ്പെട്ടവർ, NM വിജയന്റെ കുടുംബത്തെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. അതിനുശേഷവും അവരെ അപമാനിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് നേതാക്കൾ VD സതീശനും സുധാകരനും അടക്കമുള്ളവർ കൈക്കൊള്ളുകയും ചെയ്തത്. ഇവിടെ ഒരാൾ മരിക്കുന്നു, മരിച്ചതിന് ശേഷം ആ കുടുംബത്തെ വേട്ടയാടുന്ന നിലപാടുകൾ. IC ബാലകൃഷ്ണനോട് ഈ വിഷയം ഉണ്ടായപ്പോൾ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണം, നിയമന ശുപാർശ, സ്വന്തം MLA എന്ന രീതിയിലുള്ള ലെറ്റർ പാഡിൽ നൽകിയ ശുപാർശ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ രാജി ആവശ്യപ്പെടുകയായിരുന്നു. അദ്ദേഹം സ്വമേധയാ രാജിവെച്ചില്ലെങ്കിൽ ആ പാർട്ടി ആവശ്യപ്പെടണമായിരുന്നു. ഇവിടെയാണ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസം. CPMന് സമരത്തിലേക്ക് പോകാതെ മറ്റു മാർഗമില്ല. അതെ, ആ വിധത്തിൽ തന്നെയാണ് CPM ആ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം MLA IC ബാലകൃഷ്ണൻ നേരിട്ട് അർബൻ ബാങ്ക് നിയമനത്തിൽ ഇടപെട്ടതിന്റെ തെളിവുകൾ പങ്കുവെക്കുന്ന ശുപാർശ കത്ത് പുറത്തു വന്നിരുന്നു. ആ ശുപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ പരാതികൾ ലോകായുക്തയിലും സ്പീക്കർക്കും പോലീസിനുമെല്ലാം നൽകിയിട്ടുമുണ്ട്. പോലീസിന് മുന്നിൽ ആ പരാതിയുണ്ട്. ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യക്കുറിപ്പിൽ, NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പ്രത്യക്ഷത്തിൽ പേര് പറഞ്ഞ സംഭവങ്ങളിലൊന്നാണ് ഈ ശുപാർശ. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ കേസിലും ആ കത്ത് തെളിവായി മാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ കത്തിനെ ആസ്പദമാക്കിയുള്ള അന്വേഷണം ഏതായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അത് പല വിധത്തിൽ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഏതായാലും ആ പ്രതിസന്ധി, NM വിജയന്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി വലിയ രീതിയിൽ തുടരുകയാണ്. ആ വിധത്തിൽ കോൺഗ്രസ് ഈ പ്രതിരോധത്തിലായ കോൺഗ്രസ് ഇത്തരം വിവാദങ്ങളിലെല്ലാം
ആടി ഉലയുകയാണ്. അതുകൊണ്ട് കൂടി തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ വിധത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. നാം നൽകിയതുപോലെ ND അപ്പച്ചനെ തൽസ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറ്റി മറ്റൊരാളെ ആ പദവിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ ഈ പ്രതിരോധത്തിലായ കോൺഗ്രസിനെ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം ഒരു DCC യോഗം പോലും വിളിക്കാനാവാത്ത സാഹചര്യത്തിലേക്ക് വളർന്ന സംഘടനാ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു നീക്കം നടക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ND അപ്പച്ചനെ മാറ്റുക എന്നുള്ളതും ആ വിധത്തിൽ കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ND അപ്പച്ചനെതിരെ ആ വിധത്തിൽ നടപടിയെടുത്താൽ IC ബാലകൃഷ്ണനെതിരെയുള്ള നടപടി ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കും. ആ വിധത്തിലുള്ള ഭിന്നത കോൺഗ്രസിലുണ്ട്. നേരത്തെ തന്നെ IC ബാലകൃഷ്ണന് DCC യോഗം ചേരാതെ പിന്തുണ പ്രഖ്യാപിച്ചതിലുള്ള പ്രതിഷേധം നിലനിൽക്കുകയാണ്. DCC സെക്രട്ടറിമാർ പിന്നീട് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗമെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് ആ പ്രതിഷേധം നടത്തിയിരുന്നു. അതെല്ലാം തന്നെ കോൺഗ്രസിനെ കുഴക്കുന്ന സംഭവങ്ങളാണ്. ഇതിനിടെയാണ് പോലീസ് അന്വേഷണം. അനൂപ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് പൊതുസമൂഹമോ CPM പ്രവർത്തകരോ അല്ല, കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ബോധ്യപ്പെടേണ്ട ചില സാഹചര്യങ്ങൾ കൂടിയാണ്. എങ്ങനെയാണ് NM വിജയൻ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യമാണ്. 7 വർഷക്കാലം താൽക്കാലിക അടിസ്ഥാനത്തിൽ NM വിജയൻ്റെ മകന് ജോലി നൽകിയിരുന്നു. ആ NM വിജയൻ്റെ മകനെ ഒഴിവാക്കി പണം വാങ്ങി മറ്റൊരു ആളിൻ്റെ മകൾക്ക് ജോലി കൊടുക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ പ്രസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ നിലപാടിന്റെ ഒരു ഇര കൂടിയായിരുന്നു NM വിജയൻ എന്ന DCC ട്രഷറർ. താൻ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് നിരന്തരം നേതൃത്വത്തിന് പരാതി നൽകിയെന്ന ആത്മഹത്യാക്കുറിപ്പിൽ NM വിജയൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല തന്റെ മകനെ അകാരണമായി പിരിച്ചുവിട്ട സംഭവവും അദ്ദേഹത്തെ വലിയ മാനസികമായി തളർത്തിയ സംഭവമായ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനെ സ്ഥിരീകരിക്കുന്ന തെളിവാണ് ആ ശുപാർശ കത്ത്. ആ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മകനെ തഴഞ്ഞുകൊണ്ട് ആ തസ്തികയിലേക്ക് നടത്തിയ നിയമനങ്ങളിൽ പ്രാധാന്യം നൽകി മറ്റൊരാളെ നിയമിച്ചത് തന്നെ ആ വിധത്തിൽ വലിയ ഭിന്നതയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിൽ ഈ കാര്യം വലിയ ചർച്ചയാണ്. ഏതായാലും താൽക്കാലികമായ ഒരു പ്രശ്നപരിഹാരം കൊണ്ടൊന്നും ഒതുങ്ങാവുന്നതല്ല ആ ഇത്തരത്തിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികൾ. കോൺഗ്രസിൽ ഒരു വിഭാഗം ശക്തമായി തന്നെ അതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ഒരു യോഗം പോലും വിളിച്ചു ചേർക്കാൻ പറ്റാത്തൊരു സാഹചര്യം വയനാട്ടിൽ ഉണ്ടാവുന്നത്. ഏതായാലും നാളെ VD സതീശൻ ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന് രാവിലെ INTUCയുടെ മറ്റും ചില സമര പരിപാടികളും MLA T സിദ്ദിഖിന്റെ ചില ഔദ്യോഗിക പരിപാടികളും ആണ് പങ്കെടുക്കാനുള്ളത്. ഏതായാലും അതിനുശേഷം അദ്ദേഹം ഈ കുടുംബത്തിന്റെ വീട് സന്ദർശിക്കുമോ എന്നതെല്ലാം നാം കണ്ടറിയേണ്ട കാര്യമാണ്. ഈ നിലവിൽ അദ്ദേഹം വീട് സന്ദർശിക്കാനുള്ള പദ്ധതി അല്ലെങ്കിൽ ആ വിധത്തിലൊരു പ്ലാൻ ഏതായാലും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് നമുക്ക് വിവരം. ഏതായാലും അദ്ദേഹം വീട് സന്ദർശിച്ചില്ലെങ്കിൽ മറ്റും വലിയ വിവാദമാകും. നമുക്കറിയാം VD സതീശൻ ഏത് വിധത്തിലാണ് ആ കുടുംബത്തോട് പ്രതികരിച്ചിട്ടുള്ളത് ആ കത്തുമായി എത്തിയ സാഹചര്യത്തിൽ എന്നുള്ളത്. VD സതീശൻ ആ ഘട്ടത്തിൽ പറഞ്ഞത് കുടുംബം ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ആ പ്രതികരണം വലിയ രീതിയിൽ കുടുംബത്തെയും പ്രകോപിപ്പിക്കുന്നു. കുടുംബം അത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുകയും VD സതീശനെതിരെ അവർ പ്രസ്താവന ഇറക്കുകയും മറ്റും ചെയ്തിരുന്നു, പ്രതികരിക്കുകയും മറ്റും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ VD സതീശൻ വയനാട്ടിൽ എത്തുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഈ വീട് സന്ദർശിക്കുകയും കുടുംബാംഗങ്ങളെ കാണുമോ എന്നുള്ളതുമാണ് നാം അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. ഏതായാലും ആ വിധത്തിൽ ഏതെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും. കുടുംബത്തിന്റെ അനൂപാണ് വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ പ്രതിഷേധം കനക്കുകയാണ്. CPM-ഉം DYFI-യും പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തുകയാണ്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.